ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട്. ഇത് സേമിയ പായസം തന്നെയാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം സേമിയ ഇട്ട് കൊടുക്കുന്നു. ഇത് അരി സേമിയയാണ്. സാധാരണ കടയിലൊക്കെ കിട്ടുന്നത് മൈദ കൊണ്ടുള്ള സേമിയയാണ്. ഇത് വറക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറക്കാൻ. ഒരുപാട് തീ കൂട്ടിയിട്ടാൽ മൂപ്പെല്ലാം ഒരുപോലെ ആകത്തില്ല. അപ്പോൾ നമ്മൾ പായസം വെച്ചാൽ ടേസ്റ്റും കുറയും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം. അതൊരു കണ്ടോ കളറ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ മൂത്ത് വന്നു എന്ന്. കറക്റ്റായിട്ട് മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാൻ. അതുപോലെ 100 ഗ്രാം സേമിയയ്ക്ക് 1 ലിറ്റർ പാൽ, അതാണ് കണക്ക്. ഇതിൻ്റെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ലിറ്റർ പാൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും ആദ്യം 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയും വേണം. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് 50 ഗ്രാം ചവ്വരി ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചവ്വരി പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ചവ്വരിയുടെ മുകളിൽ വരെ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വേണം കുതിരാനിടാൻ. അപ്പോൾ കറക്റ്റായിട്ട് കുതിർന്ന് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. എന്നാലേ ഇത് വെന്ത് കിട്ടത്തുള്ളൂ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ വേവത്തില്ല. ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള പായസങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട്. പായസം എന്നും പറഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം. ബാക്കി 1/2 ലിറ്റർ പാലും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഫ്ലെയിം കൂട്ടി വെച്ച് തിളപ്പിച്ച് തൂവിപ്പോകാതെ ഇളക്കി കൊടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കണം, അടുക്കി പിടിക്കുകയൊന്നും ചെയ്യാതെ. തിളച്ച് കഴിയുമ്പോൾ നമുക്കത് വീണ്ടും ലോ ഫ്ലെയിമിലാക്കണം. നമ്മളിതിന് മധുരമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിന് ഒരുവിധം കുറുകി വരുന്ന സമയത്ത് നമുക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നുണ്ട് ഇത്രയും കുറുകിയാൽ മതി. ഇനി പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 100 ഗ്രാം പഞ്ചസാര ചേർക്കുന്നത്. അത് മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് മധുരം കൂട്ടി കൊടുക്കാം. കുറവ് വേണ്ടവർക്ക് അത് കുറച്ചിട്ടാലും മതി. ഇത് മധുരം പരുവുമായിരുന്നേ. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കണ്ടോ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ ഏലക്കാപ്പൊടിയൊന്നും ചേർക്കത്തില്ല. ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മാമ്പഴമാണ്. അത് ചേർക്കുന്നതുകൊണ്ട് മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് വേറൊന്നും ചേർക്കത്തില്ല. കണ്ടോ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് തണുത്തതിന് ശേഷം വേണം മാമ്പഴം ചേർക്കാൻ. ഞാനിവിടെ കുറച്ച് മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മാമ്പഴമേ നമുക്ക് ആവശ്യമുള്ളൂ. ആ 2 മാമ്പഴം ചെത്തി വൃത്തിയാക്കി നമുക്ക് അരിഞ്ഞ് അരച്ചെടുക്കണം. പൾപ്പാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പായസത്തിൽ ചേർക്കുന്നത്. അതുപോലെ കുറച്ച് മാമ്പഴം ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിരുന്നാൽ ഈ പായസത്തിൽ അല്ലാതെ ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊക്കെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ച പൾപ്പ് ആ പായസത്തിലോട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടും ഒരുപോലെ വരത്തക്ക രീതിയിൽ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വറുത്തിടാനുണ്ട്. അതിനൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. അതിലേക്ക് മുഴുവനായിട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുവിധം മൂപ്പായി വരുന്ന സമയത്ത് 2 ടൈപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ആ ടൈമിൽ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാകും. നമുക്കിനി ഇത് സെർവ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഉരുളിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.